മേയറാകാൻ സത്യപ്രതിജ്ഞ വരെ പ്രാക്ടീസ് ചെയ്ത ശേഷം തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ ലാലിയേച്ചിയോട് ചെയ്തത് ശരിയാണോ? പറ, ശരിയാണോ? ഒരു 20-ാം തീയതി വരെയും എൻ്റെ പേര് മുന്നിൽ നിന്നിരുന്നു. സാമുദായിക പരിഗണനയും കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് അവസാന ഘട്ടം RC ക്രിസ്ത്യനിലേക്ക് ഇത് വന്നത്. അപ്പോഴൊക്കെ പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരുന്നു. കാരണം ഞാനൊരു 4 തവണ വിജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 70% നേടിയാണ് 4ാം തവണ ഞാൻ കൗൺസിലെത്തുന്നത്. മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത നിജി ജസ്റ്റിനെതിരെ സ്വന്തം പാർട്ടിയിലെ കൗൺസിലർ തന്നെയാണ് കോഴ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നിജി പണം കൊടുത്താണ് മേയർ സ്ഥാനം തട്ടിയെടുത്തതെന്ന് ലാലി പറയുമ്പോൾ അതൊരു ഗുരുതര ആരോപണമല്ലേ? 3 ദിവസം മുമ്പ് നിജിയും ഭർത്താവും 2 പേരും അടങ്ങുന്ന ഒരു വണ്ടി പെട്ടിയുമായി നടക്കുന്ന കണ്ടു. അതിൽ ലാലിയുടെ മേയർ സ്ഥാനം തട്ടിപ്പോകുമോ എന്ന് എന്നെ ആൾക്കാർ വിളിച്ചു ചോദിക്കുക. ഞാൻ പറഞ്ഞു, പെട്ടിയിൽ മുണ്ടാണോ കാശാണോ സാരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള വ്യക്തത ഞാൻ DCC പ്രസിഡന്റിനോടടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം കോൺഗ്രസ് എന്താണ് ചെയ്തത്? ആരോപണം ഉന്നയിച്ച ലാലിയെ സസ്പെൻഡ് ചെയ്തു. ആരോപണ വിധേയയായ നിജി ജസ്റ്റിനെ മേയറുമാക്കി. ഇങ്ങനെയല്ലല്ലോ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളെ. രാത്രിയുടെ മറവിലാണോ ചെയ്യുക? ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തരും. എന്താണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കും. ചോദിച്ചതിന് ശേഷം അതിൽ ശരിയോ തെറ്റോ പരിശോധിക്കും. അതിനുശേഷമല്ലേ സസ്പെൻഡ് ചെയ്യുക. അതല്ലേ സാമാന്യ ഒരു മര്യാദ. ആർക്കായിരിക്കും നിജി പണം കൊടുത്തതെന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ലാലിയേച്ചി പാർട്ടി അച്ചടക്കം പാലിച്ചു. താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരിയാണെന്നും അതുകൊണ്ട് ആരുടെയും പേര് പറയില്ലെന്നും ലാലി ശക്തമായി നിലപാടെടുത്തു. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർട്ടിക്ക് ഡാമേജ് വരുന്ന ഒരു കാര്യം എൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിത്താണ് ഞാൻ. പക്ഷേ ലാലി അടിമുടി കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടും കോൺഗ്രസ്സുകാരെ പാരവെക്കാത്തത് കൊണ്ടും പണം കൊടുത്തത് ആർക്കാണെന്ന് പറയില്ലെന്ന് കട്ടായം പറഞ്ഞ ശേഷം അവർ ഇങ്ങനെ കൂടി പറഞ്ഞു. മാത്യു കുഴൽനാടൻ MLA ഇവർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവരൊരുമിച്ച് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ദീപാദാസ് മുൻഷി ഇവർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് ഇവിടെ പറയുമ്പോൾ ഇവിടുന്നാണ് അങ്ങോട്ട് വഴിവെട്ടി കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് യോഗം നടക്കുന്നത് വരെ ഇവരുടെ വീട്ടിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറയില്ല. ഇവിടെ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ്, അത് ഞാൻ പറയില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിലെ ഐക്യം മാർവലസ്, ബ്യൂട്ടിഫുൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ നിന്ന് കരകയറാത്ത തൃശ്ശൂർക്കാർക്ക് ഈ ദുരന്തവും അതിജീവിക്കാനുള്ള ശക്തി വടക്കുനാഥൻ നൽകട്ടെ.